എല്ലാവർക്കും നമസ്കാരം. പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതമാണ് ഇന്ന് നോക്കുന്നത്. നമ്മൾ 128 ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ നോക്കുന്നത് നാമാമൃതം എന്ന ഭാഗമാണ്. അടുത്തത് 129 ശ്ലോകമാണ് നോക്കാം. സത്രം കാണൊരിടത്ത് ചത്തുകരയും കോലാഹലം കുത്രച്ചിൽ, വിദ്വാൻമാരൊരിടത്ത് മദ്യപകുലം തച്ചും കയർത്തും ക്വചിൽ, മുഗ്ധശ്രീയൊരിടത്ത് മുത്തികളിരുന്നെങ്ങിക്കുരച്ചന്യത, ശ്രോത്രാദിക്കമൃതോ തിളച്ച വിഷമോ വിശ്വം വിചിത്രം വിഭോ. ഈ വിചിത്രമായ ഈ അതിനെപ്പറ്റിയാണ് പൂന്താനം ഇതിൽ പറയണത്. ഭഗവാനോട് ചോദിക്കുക, ഇത് എന്തൊരു വൈചിത്ര്യമാണ് ഈ ലോകത്തിൽ കാണുന്നത്, എന്തെല്ലാം വൈചിത്ര്യങ്ങളാണ് എന്നാണ്. എന്തൊക്കെയാണ്? സത്രം കാണൊരിടത്ത്. സത്രം എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, ദീർഘകാലം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗങ്ങൾ. അതുപോലെ നമ്മൾ ഭാഗവത സത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ 12 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സത്രം എന്ന് പറഞ്ഞാൽ. അതുപോലെ വഴിയമ്പലം എന്നൊരർത്ഥമുണ്ട് സത്രത്തിന്, ഊട്ടുപുര എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് ഈ യജ്ഞം അല്ലെങ്കിൽ യാഗം എന്ന അർത്ഥം എടുക്കാം. അങ്ങനെ ശുഭകാര്യങ്ങൾ നടക്കണു ഒരിടത്ത് നേരെ വിപരീതം കുത്രച്ചിൽ, മറ്റ് ചിലയിടത്ത് ചില സ്ഥലങ്ങളിൽ ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ എന്താണ്? ചത്തുകരയും കോലാഹലം, ഇഷ്ടജനങ്ങളുടെ മരണം നടക്കണു. അതുപോലെ അത് കാരണം സങ്കടം, അതോർത്ത് നിലവിളിക്കുന്നു. അതിൻ്റെ ബഹളങ്ങൾ ആണ് ഇങ്ങനെയാണ് വേറൊരിടത്ത് കാണുന്നത് എന്നാണ്. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിക്കിലും കാണുന്നത് എന്നാണ് പറയണത്. പിന്നെയോ വിദ്വാൻമാരൊരിടത്ത്, വിദ്വാൻമാർ ജ്ഞാനികളും വിവേകികളും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ സഭകൾ കൂടണു, അവർ പരസ്പരം ചർച്ചകൾ നടത്തണു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തച്ചും തകർത്തും മദ്യപകുല അപ്പുറത്ത്, മദ്യം കഴിച്ച് ലക്കും ലഗാനും ഇല്ലാതെ തമ്മിൽ തല്ലിയിട്ടും കോപം കൊണ്ട് അന്ധമായിട്ട് കണ്ണ് കാണാതെ കലഹിക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നു ചിലർ ഇങ്ങേപ്പുറത്ത്. പിന്നെ മുഗ്ധസ്ത്രീയൊരിടത്ത്, ഒരു ഭാഗത്ത് സുന്ദരിമാരായ സ്ത്രീകൾ അങ്ങനെ സുഖലോലുപരായിട്ട് കഴിയണു. മറ്റിടങ്ങൾ മുത്തികളിരുന്ന് എങ്ങിക്കുരച്ച് അന്യത, മറ്റിടങ്ങളിൽ മുത്തികളിരുന്ന് ഏങ്ങിക്കുരച്ചിരിക്കണമെന്ന്. രോഗം കൊണ്ട് വയ്യാത്ത വയസ്സും പ്രായമൊക്കെ ആയിട്ടുള്ള വൃദ്ധന്മാരും വൃദ്ധകളും ആയിട്ടുള്ള ആളുകൾ ഇരുന്ന് ചുമച്ച് കിതച്ച് ഒരു നിവൃത്തിയില്ലാണ്ട് കഴിഞ്ഞുകൂടണു, ആരും തുണയില്ലാതെ എന്നാണ്. ഒരിടത്ത് സുന്ദരിമാരും സുന്ദരന്മാരും അങ്ങനെ സുഖലോലുപരായി കഴിയുമ്പോൾ ഇങ്ങേപ്പുറത്ത് വയസ്സായവരുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഭഗവാനോട് പറയാണ്, വിഭോ. വിഭോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് വിഭു. സർവവ്യാപിൻ എന്നാണ് അർത്ഥം ആ വിളി. വിചിത്രം വിശ്വം, ഈ മാതിരി വൈരുദ്ധ്യങ്ങളെ കൊണ്ട് വിചിത്രമാണല്ലോ ഭഗവാനെ ഈ ലോകം എന്നാണ്, ഈ ഉലകം എന്നാണ് പറയണത്. ശ്രോത്രാദിക്ക്, ഇത് ശ്രോത്രാദി എന്ന് പറയുമ്പോൾ ചെവി, കണ്ണ്, മൂക്ക് പോലുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക്, ഈ 5 പഞ്ചേന്ദ്രിയങ്ങൾ. അതിന് ഇതെല്ലാം അമൃതാണോ, അമൃതം പോലെ സുഖപ്രദമാണോ അതോ വിഷം പോലെ ദുഃഖപ്രദമാണോ? എനിക്ക് സംശയമാവണു എൻ്റെ ഭഗവാനെ, ഈ ആശ്ചര്യമാവണു എന്നാണ് പറയണത് പൂന്താനം ഭഗവാനോട്. അടുത്ത ശ്ലോകം 130. കാമാതുരം മാനസമെങ്കിലും ശ്രീനാമാമൃതം നാവിലണച്ചുകൊള്ളൂ,
ശ്രീമാധവൻ്റെ ചരണാംബുജത്തിൽ പ്രേമാധികം നാളിൽ മുഴുക്കുമല്ലോ. മനസ്സ് പലതരങ്ങളായിട്ടുള്ള മോഹങ്ങൾ കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണെങ്കിലും നാവിൽ ഭഗവാന്റെ നാമം ധരിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ അണച്ചുകൊള്ളൂ. നാമാമൃതം നാവിലണച്ചുകൊള്ളൂ. ശ്രീ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ശ്രീമാധവൻ്റെ ചരണാംബുജത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ പാദപത്മങ്ങളിൽ പ്രേമാധികം നാളിൽ മുഴുക്കുമല്ലോ. പ്രേമത്തിനും അധികതരമായതാണ്. നമുക്ക് ക്രമേണ വർദ്ധിച്ച് വരും. ആ ഭഗവാനോടുള്ള ആ പ്രേമം നാളിൽ മുഴുക്കുമല്ലോ. ദിവസം തോറും വർദ്ധിച്ചു വരും. ഈ നാമാമൃതം നാവിൽ ധരിച്ചാൽ പ്രേമം ഭഗവാനോട്. അപ്പോൾ നമുക്ക് ഭൗതിക കാര്യങ്ങളിലുള്ള പ്രേമം കുറഞ്ഞു വരും, ഭഗവാനോടുള്ള പ്രേമം കൂടിക്കൂടി വരും എന്നാണ് പറയണത്. മനസ്സിൽ പല ആവശ്യങ്ങളും മോഹങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ചിലത് സാധിക്കും, ചിലത് സാധിക്കില്ല. അങ്ങനെയാണ് എല്ലാവരുടെയും കഥ. എന്നാലും അതൊക്കെ ഉണ്ടെങ്കിലും നാവിൽ നമ്മൾ നാമാമൃതം അണച്ചിരിക്കുകയാണെങ്കിൽ, നാമം ചൊല്ലി, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും നാവിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭഗവാനോടുള്ള പ്രേമം ദിവസം തോറും കൂടിക്കൂടി വരും. അതാണല്ലോ വേണ്ടത് എന്നാണ് പറയണത്. ഇനി നാവിനോടൊരു ഉപദേശമാണ്. അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. എല്ലാവരുടെയും നാവിന് ലൈസൻസ് ഇല്ല, അല്ലേ? ഒന്നിനും ലൈസൻസ് ഇല്ല. നാമം ജപിക്കാനും നമുക്ക് ലൈസൻസൊന്നുമില്ല. പക്ഷേ നാമം ഒന്ന് ഉറക്ക ജപിക്കാൻ എല്ലാവർക്കും, മിക്കവർക്കും മടിയാണ്. എന്താണെന്നറിയില്ല, ഉറക്കൊന്ന് നാമം ജപിക്കാൻ എല്ലാവർക്കും മടിയാണ്. ഇപ്പോൾ ഒക്കെ കുറച്ച് കുറഞ്ഞ് മാറി വരുന്നുണ്ട്. എല്ലാവരും സപ്താഹങ്ങളും നാരായണീയ പാരായണ എല്ലാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പോൾ നാമം ജപത്തിന് വലിയ മടി കാണുന്നില്ല. പക്ഷേ മടിയുള്ളവരും ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ യാതൊരു മടിയില്ല നാവിന്. നാമം ജപിക്കാൻ പറഞ്ഞാൽ നാണം. ആ നാവിനോട് ഒരു ഉപദേശമാണ്. എന്താന്ന് നോക്കാലേ. നാവേ, നിനക്കു വലിയൊരുപദേശമുണ്ടേ, നാവാലുരപ്പതിനു ഞാൻ തുനിയുന്നു കേൾനീ. നാരായണൻ്റെ തിരുനാമമുറക്കയാവുമ്പോൾ നാണിച്ചു പോകരുതതേ തവ വേണ്ടതുള്ളൂ. നാവേ, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ഞാൻ നിന്നോട് ഒരു പ്രധാന നിർദ്ദേശം വയ്ക്കുകയാണ്. നാവിനോട് ഒരു പ്രധാന നിർദ്ദേശം വയ്ക്കുകയാണ്. നീ അത് കേൾക്കൂ എന്നാണ് പറയണത്. നാരായണൻ്റെ തിരുനാമം, ശ്രീ ഭഗവാന്റെ തിരുനാമങ്ങൾ ഞാൻ നാവാലുരപ്പതിന്, എൻ്റെ നാവുകൊണ്ട് ഞാൻ ഭഗവാന്റെ തിരുനാമങ്ങൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം തിരുനാമം അങ്ങനെ ഉറക്കെയാവുമ്പോൾ, ആ ചൊല്ലുന്നത് ഉറക്കെ ചൊല്ലുമ്പോൾ നാണിച്ചു പോകരുത് എന്നാണ്. ലജ്ജിച്ച് മടിച്ചിരിക്കരുത്. അത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നീ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഹരിയുടെ കീർത്തനം ഉറക്കെ ചൊല്ലുമ്പോൾ ദുരഭിമാനോ ലജ്ജയോ ഒന്നും തോന്നരുതേ എന്നാണ് നാവിനോടൊരു ഉപദേശം. അത് നമുക്കും നമ്മുടെ നാവിനും കൊടുക്കാം, അല്ലേ? വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ലജ്ജ തോന്നേണ്ടത്. നാമം ജപിക്കാനല്ല ലജ്ജ തോന്നേണ്ടത്. നാമം ജപിക്കുമ്പോൾ ലജ്ജിക്കല്ലേ എന്ന് നമുക്കും നമ്മുടെ നാവിനോട് പറയാം. അടുത്ത ശ്ലോകം 132. ഏണീദൃശാം വദനവും പണവും നിനച്ചിട്ടാനന്ദമൂർത്തിയെ മറായിക മനക്കുരുന്നേ. പ്രാണൻ തളർന്നു തമകാദികളായി ചമഞ്ഞാൽ വേണ്ടുന്നതൊന്നുമെളുതല്ല നമുക്കറിഞ്ഞാൽ. ഇത് മനസ്സിനോടുള്ള ഉപദേശമാണ്. എന്താണ്?
ഏണീദൃശാം വദനവും. ഏണം എന്ന് പറഞ്ഞാൽ മാന്, പേടമാൻമിഴി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹരിണാക്ഷി എന്നൊക്കെ പറഞ്ഞ് സുന്ദരിമാരായ സ്ത്രീകളെ നമ്മൾ പുകഴ്ത്തും അല്ലേ? അപ്പോൾ അവരുടെ ആ മുഖ സൗന്ദര്യവും പിന്നെ പണത്തിനുള്ള ആ മോഹവും അതെല്ലാം ഓർത്തിട്ട് ഭ്രമിക്കല്ലേ. മനസ്സിനോട് പറയാണ്. ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ ചഞ്ചലമാണ്, ഒരു സ്ഥിരതയില്ല. ചഞ്ചലാത്മിക മനഃ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൊക്കെ ഭ്രമിച്ചിട്ട് നീ എൻ്റെ മനസ്സേ ആ ആനന്ദമൂർത്തിയെ മറായുക, സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണനെ നീ മറന്നു പോവരുതേ എന്നാണ് മനസ്സിനോടൊരു ഉപദേശം. പ്രാണൻ എപ്പോഴാണ് നമുക്ക് പ്രാണൻ തളർന്ന് ശരീരം ജീർണിച്ച് അവസാനം വയസ്സായി അങ്ങ് പോവാറാവുമ്പോൾ പ്രാണവായു നേർത്ത് വരും. അപ്പോൾ തമകാദികളായി ചമഞ്ഞാൽ, തമകാദികൾ എന്ന് പറഞ്ഞാൽ അവസാനം മരണസമയത്ത് വലിക്കുന്ന വായുക്കളുടെ പേരുകളാണ്. അത് 5 വായുക്കളാണുള്ളത്. ക്ഷുദ്രൻ, തമകൻ, ചിന്നൻ, മഹാൻ, ഊർധ്വൻ. ഇങ്ങനെയാണ് മരണവായുക്കളുടെ പേരുകൾ. ആ അവസാനം ഈ പ്രാണൻ മരണവായുക്കളായി മാറി അവസാനം ആണ് ഊർധ്വൻ വലിക്കുക എന്ന് പറയുക കേട്ടിട്ടില്ലേ? എൻ്റെ അച്ഛനൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛനൊക്കെ ഈ മരിക്കാറായി കണ്ടാൽ മനസ്സിലാവുമായിരുന്നു മരിക്കാറായി എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ശ്വാസമാണ് എടുക്കണത് എന്നൊക്കെ മനസ്സിലാവുമായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ് പണ്ട് ഞാൻ കുട്ടിയാകുമ്പോൾ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഊർധ്വം വലിക്കാൻ തുടങ്ങി എന്നൊക്കെ. അന്നൊന്നും നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവസാനത്തെ ശ്വാസമാണ് ഈ ഊർധ്വൻ വലി. 90 ശ്വാസം ഇങ്ങനെ തടസ്സമില്ലാണ്ട് 90 എണ്ണം ആയിക്കഴിഞ്ഞാൽ ജീവൻ പോവും എന്നാണ് പറയണത്. ഇടയ്ക്ക് തടസ്സപ്പെട്ടോ എന്നാൽ പിന്നെ 1 എന്ന് വീണ്ടും 90 എത്തണത്രേ. അങ്ങനെയൊക്കെ പറയണ കേൾക്കണു. നമുക്കറിയില്ല ഭഗവാനെ. അങ്ങനെയുള്ള തമകാദികളായി ചമഞ്ഞാൽ ആ സമയത്ത്, അങ്ങനെ കിടക്കണ സമയത്ത്, വലിച്ച് കിടക്കണ സമയത്ത് നമുക്ക് ഇതൊന്നും എളുപ്പമല്ല. ഈ നാമം ജപിക്കാനും ഭഗവാന്റെ ആ മനോഹര സച്ചിദാനന്ദ സ്വരൂപം നമുക്ക് വിചാരിക്കാനും ഒന്നും സാധ്യമല്ല എന്നാണ് പറയണത്. അടുത്ത ശ്ലോകം 133, അതും കൂടി നോക്കാം. കോണിക്കൽ നിന്ന് കരയുന്ന കിടാങ്ങൾ പോലെ, തോണിക്കൽ നിന്നു വലയും വഴിപോക്കർ പോലെ, കാണിക്ഷണം പൊഴുതുപോലും ഉപേക്ഷിയാതെ കാണിത്തമെന്തൊഴിൽ കൃപാം കുരു വാസുദേവ. കോണിക്കൽ നിന്ന് കരയുന്ന കിടാങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് കരയണ കുട്ടികളുടെ പോലെ, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കും ചില കുട്ടികൾ. അതുപോലെ പിന്നെ തോണിക്കൽ നിന്ന് വലയും വഴിപോക്കർ പോലെ, പുഴ കടക്കാനായിട്ട് തോണിയും കാത്തു ഇങ്ങനെ നിന്ന് വലയുന്ന യാത്രക്കാരെ പോലെയും. പുഴ കടക്കാൻ പണ്ടാണ് പുഴ കടക്കാൻ തോണി കാത്തു നിന്നിരുന്നത്. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല അല്ലേ? പുഴ കടക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കടവത്ത് എത്തുമ്പോഴാവും തോണി വിട്ടുപോയിട്ടുണ്ടാവുക. പിന്നെ ആ തോണി അവിടെ ചെന്ന ആളെ ഇറക്കി അവിടുത്തെ ആളെ കയറ്റി ഇപ്പുറത്ത് വരുന്ന വരെ നമ്മൾ കാത്തു നിൽക്കണം. അതാണ് പറയുന്നത് തോണിക്കൽ നിന്ന് വലയും വഴിപോക്കർ പോലെ എന്ന്. അതുപോലെ കാണിക്ഷണം പൊഴുതുപോലും ഉപേക്ഷിയാതെ കാണിത്തമെന്തൊഴിൽ. ഭഗവാനോട് പറയാണ്, ഇത്തം തൊഴിൽ കാണുക, എൻ്റെ ഈ ലോകത്തെ എൻ്റെ ഈ ഒരവസ്ഥ നോക്കൂ എന്നാണ് ഭഗവാനോട് പറയണത്. കാണിക്ഷണം പൊഴുതുപോലും ഉപേക്ഷിയാതെ, ഒട്ടും സമയം കളയാതെ ഭഗവാനെ എന്നോട് കൃപ കാണിക്കണേ, എന്നോട് കരുണ ചെയ്യണേ ഭഗവാനെ എന്ന് ഭഗവാനോടൊരു അപേക്ഷയാണ്. വാസുദേവ എന്ന് ഭഗവാനോടൊരു അപേക്ഷയാണ് പൂന്താനം ചെയ്യണത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത തവണ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.